ഡേയ് നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ബിഗ് ബോസിലെ ഓരോ സീസൺ നോക്കുമ്പോഴും ഓരോ സീസണിലും ഓരോ രാജാക്കന്മാരുണ്ട്. അപ്പോൾ അതില് ചില രാജാക്കന്മാരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് ഓരോരുത്തർ സംഘിയാവുന്നു, കൊങ്കിയാവുന്നു, കമ്മിയാവുന്നു, അങ്ങനെ പല രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നിരിക്കുന്നത് നമ്മുടെ സീസൺ 4 രാജാവായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ. റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ BJPയിൽ ചേരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതായത് പുള്ളിക്കാരൻ കുറച്ചു മുന്നേ ഒരു പോസ്റ്റ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഒരു ഫോട്ടോയാണ്. അതായത് BJPയുടെ നിലവിലത്തെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. അതിൽ പിന്നാലെ കുറേയധികം റൂമേഴ്സുകൾ വന്നിട്ടുണ്ട്. റോബിന്റെ കമന്റ് ബോക്സ് തന്നെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് പല രീതിയിൽ നീ സംഖ്യയായോ, നീ അതാണോ മറ്റതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കമന്റുകളുണ്ട്. സപ്പോർട്ട് ചെയ്തും എഗെയിൻസ്റ്റ് ചെയ്തും ഒക്കെ തന്നെ പല രീതിയിൽ കമന്റുകളുണ്ട്. നമുക്കറിയാം എന്താണ് വിഷയം എന്നുള്ളത്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള റൂമേഴ്സുകൾ വരുന്നു. റോബിൻ BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നു, കൊല്ലത്ത് നിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില റൂമേഴ്സുകളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. അതിൽ തന്നെ ചിലതൊക്കെ തന്നെ റോബിൻ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ സ്റ്റോറിയാക്കി വരെ ഇട്ടിട്ടുണ്ട്. എന്താണ് സംഭവ വികാസം എന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. റോബിന്റെ രാഷ്ട്രീയ പ്രവേശനം നമുക്കറിയാം. സീസൺ 4 പുള്ളി തന്നെ ആയിരുന്നു ഏറ്റവും വലിയ തരംഗം. സീസൺ 4 നമ്മുടെ ഈ 1 തൊട്ട് 7 വരെ നോക്കിയാൽ തന്നെയും ഒരു ബൂം എന്നുള്ള രീതിയിൽ ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു തരംഗം ഉണ്ടാക്കിയ ഒരു വ്യക്തി, അതായത് ആളുകൾക്കിടയിൽ അത്രത്തോളം ഒരു കോളിളക്കം ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ഭയങ്കരമായിട്ടുള്ള ക്രൈസ് ആയിരുന്നു സീസൺ 4 എന്ന് പറയുന്ന ആ ഒരു സീസൺ കാണാൻ തന്നെയും. അത് മെയിൻ റീസൺ എന്ന് പറയുന്നത് റോബിൻ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം അതുപോലൊരു കിടിലൻ സീസൺ പിന്നെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സീസൺ 7 വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു അത്രയ്ക്കും ക്രൈസ് ആയിട്ടുള്ള ഒരു സീസൺ പിന്നെ ഈ ഒരു സീസൺ 7 വരെ നോക്കിയാലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ ആ ഒരു അത്രത്തോളം ഒരു ട്രെൻഡായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്. മലയാളം ബിഗ് ബോസ് സീസൺ ഒരു ട്രെൻഡായിട്ട് മാറിയ ഒരു വ്യക്തി തന്നെയാണ് റോബിൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം പിന്നെ പുറത്തിറങ്ങി പിന്നെ ഭയങ്കര രീതിയിലുള്ള ഒരു എന്താ പറയുക വേറൊരു തരത്തിലൊക്കെ റോബിൻ മാറി. അതായത് ഈ പറയുന്ന രീതിയിൽ അലറൻ വീരൻ, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറെ എന്താ പറയുക റോബിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും റോബിൻ എന്ന് പറയുന്നത് ഒരു തരംഗം തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ 4. പിന്നെ പുള്ളിക്കാരൻ കുറച്ചൊന്ന് ഒതുങ്ങി. കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട്, അതായത് ഒരു ഘട്ടം വരെയും ഭയങ്കര രീതിയിലുള്ള ഒരു ട്രെൻഡായിട്ട് നിന്ന ഒരു വ്യക്തി റോബിൻ തന്നെയാണ്. അത്രത്തോളം ഒരു ട്രെൻഡ് ആ ഒരു രീതിയിൽ നിലനിർത്താനായിട്ട് ആർക്കും സാധിച്ചില്ല. ഉദ്ഘാടനങ്ങൾ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ഭയങ്കര ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റോബിൻ എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അതിനുശേഷം പിന്നെ റോബിൻ കുറച്ച് നാളൊന്ന് ഒതുങ്ങി നല്ല രീതിയിൽ. കാരണം ആളുകൾക്കിടയിൽ നിന്നൊക്കെ കുറച്ചൊന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് ഗ്യാപ്പൊക്കെ എടുത്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. ഇപ്പോൾ ഒന്ന് സൈലന്റ് ആയിട്ട് പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇപ്പോൾ അടുത്തൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ പുള്ളി BJPയിൽ അങ്ങനെ കൈ കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെയാണ് അറിയുന്നത്. ഒഫീഷ്യലായിട്ട് എന്തായാലും വന്നിട്ടില്ല ന്യൂസ്. പക്ഷേ എങ്കിൽ പോലും പുള്ളിയുടെ ആ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ ഒരു വ്യക്തമാണ്. അത് മാത്രമല്ല ആ പോസ്റ്റിൽ കമന്റ് ചെയ്തിരിക്കുന്നത് പോലും പുള്ളി പിൻ ചെയ്തിട്ടുണ്ട്. ആ പിൻ ചെയ്ത കമന്റ് തന്നെ ഇങ്ങനെയായിരുന്നു. ഒരാൾ കമന്റ് ചെയ്തത് പിൻ ചെയ്തത് ഇങ്ങനെയാണ് ആ വ്യക്തി കമന്റ് ചെയ്തത്. അതായത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി അയാൾ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് അധികാരമില്ല. ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെതായ തീരുമാനങ്ങളുണ്ട്. അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അംഗീകരിക്കുക. നമ്മളെല്ലാവരും ഡോക്ടർ എന്ന വ്യക്തിയെ കണ്ട് ഇഷ്ടപ്പെട്ടവർ അല്ലേ? എല്ലാവർക്കും ഉണ്ട്. അവരുടേതായ രാഷ്ട്രീയം ഇല്ലാത്തവരും ഉണ്ടാകും. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അത് അംഗീകരിക്കുക എന്ന തരത്തിൽ ഒരു കമന്റ് ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ് റോബിൻ അത് പിൻ ചെയ്ത് ആ ഒരു കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളി ആ ഒരു തരത്തിലായിരിക്കാം ചിന്തിക്കുന്നത്. ഇപ്പോൾ BJPയിലോട്ട് എന്നുള്ള രീതിയിലായിരിക്കാം ചിന്തിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു രാഷ്ട്രീയം ആ ഒരു തരത്തിലായിരിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, സ്വാഭാവികമാണ്. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ കാണും. അത് ഓരോരുത്തരുടെ താല്പര്യം. നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ ബിഗ് ബോസ് നോക്കിക്കഴിഞ്ഞാൽ ആരും ഈ പറയുന്ന തരത്തിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അതോ ഇതോ ഒന്നും നോക്കിയല്ല അതിലെ ഓരോ കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ടോപ്പ് എത്തുന്ന വ്യക്തികളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോബിൻ ഒരുപാട് പേര് ആ ഒരു തരത്തിൽ റോബിനോട് ഇഷ്ടം തോന്നിയവരുണ്ട്. റോബിൻ ഫാൻസ് ആയവരുണ്ട്. റോബിനെ അത്രത്തോളം ആ ഒരു സമയത്ത് പോലും അങ്ങേയറ്റം സ്നേഹിച്ചവരുണ്ട്. ഇപ്പോഴും അതിൽ ഒരു പരിധിവരെയും ആ ഒരു സ്നേഹം നിലനിൽക്കുന്നവരുണ്ട്. രാഷ്ട്രീയം വരെ നമുക്കൊരു വ്യക്തിയോട് തോന്നുന്ന ഇഷ്ടം വരെ, അയാളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അത് അയാളുടെ ഇഷ്ടം. ഈ റോബിൻ കൂടാതെ തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അഖിൽ മാരാറാണ്. അത് നമുക്കറിയാം സീസൺ 5 ഒരു രാജാവ്. ആ സീസണിൽ അഖിൽ മാരാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചെങ്കിലും ഒന്ന് ആ സീസൺ പിടിച്ചു നിർത്താനായിട്ട്. ബാക്കിയെല്ലാം തന്നെ ദുരന്തങ്ങളായിരുന്നു. അപ്പോൾ അഖിൽ മാരാർ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിലേക്ക് എന്നുള്ള ആ ഒരു ഇത്, അതായത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്നൊക്കെയുള്ള, കൊട്ടാരക്കരയിലേക്ക് നിൽക്കുന്നു എന്നൊക്കെയുള്ള റൂമറുകൾ മറ്റൊരു ഭാഗത്തുകൂടെ ഇങ്ങനെ അലയടിക്കുന്നുണ്ട്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനി എന്താവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം അഖിൽമാരാർക്ക് ഓൾറെഡി ഈ പറയുന്ന രീതിയിൽ പല പാർട്ടികളിലും ഇപ്പോൾ BJPയിലോട്ട് അഖിൽമാരാർ പോകുന്നു, കോൺഗ്രസിലേക്ക് അഖിൽമാരാർ പോകുന്നു, LDFിലേക്ക് അഖിൽമാരാർ പോകുന്നു, ഇടയ്ക്ക് സംഖ്യയാവും, ഇടയ്ക്ക് കുങ്ങിയാവും, ഇടയ്ക്ക് കമ്മിയാവും. ആ ഒരു രീതിയിലൊക്കെയാണ് അഖിൽമാരാരുടെ ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത്. സോ അവസാന നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം. ഈ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയാകുമോ, ഇനി സ്ഥാനാർത്ഥിയാകും, നിന്നിട്ട് എന്ത് സംഭവിക്കും? ഈ പറയുന്ന റോബിൻ ഇനി BJPയിലേക്ക് തന്നെ ആവും, ഇനി BJP സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരൊക്കെ തന്നെ ബിഗ് ബോസിൽ അത്രത്തോളം ഒരു ആൾക്കാരെ ആ ഒരു തരത്തിൽ സ്നേഹം ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഇനി ഒരു സ്ഥലത്ത് നിന്ന് മത്സരിക്കാനായിട്ട് തയ്യാറായാൽ തന്നെ ബിഗ് ബോസിൽ ലഭിച്ച സപ്പോർട്ട് ഈ പറയുന്ന രീതിയിൽ അല്ലാതെ ലഭിക്കും എന്നൊക്കെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ രാഷ്ട്രീയ ചുവടുമാറ്റം അത് ശരിക്കും പറഞ്ഞാൽ കണ്ട് തന്നെ അറിയണം എന്താകും എന്നുള്ളത്. എന്നാലും ഉള്ള അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവ വികാസങ്ങളാണ്. ബിഗ് ബോസ് താരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ കടക്കുവാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിഗ് ബോസ് താരങ്ങളും ഇനി മത്സരിക്കാനായിട്ട് ഇങ്ങനെ തടിച്ചു കൂടുമോ എന്നുള്ളത് കണ്ടറിയാതെ.